പത്തനംതിട്ട പോലീസ് തന്നിട്ട എഫ്ഐആറിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം ഞാൻ കാട്ടിത്തരാം. ഇതാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 4/2/2025 സംഭവത്തിലിട്ട എഫ്ഐആറിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ കണ്ടന്റ് ഇങ്ങനെയാണ്: പ്രതികൾക്ക് ബാർ ക്ലോസ് ചെയ്തതിന് ശേഷം മദ്യം കൊടുക്കാത്തതിനുള്ള വിരോധം നിമിത്തം ന്യായവിരോധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ടി സംഘത്തിലെ അംഗങ്ങളാണെന്നുള്ള അറിവോടും കൂടി തങ്ങളുടെ പൊതു ഉദ്ദേശ കാര്യത്തിനായി 4/2/2025 തീയതി രാത്രി 11:15 മണിയോടെ പത്തനംതിട്ട വില്ലേജിൽ കണ്ണങ്കര എന്ന സ്ഥലത്തുള്ള ഹൈഡേ ബാറിന്റെ ഇടതുവശം പ്രധാന വാതിൽ തള്ളി തുറന്ന് ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയും സ്റ്റാഫുകൾ ടീ വാതിൽ അടച്ചപ്പോൾ അസഭ്യം വിളിച്ചു പറഞ്ഞ് മുൻവശം പ്രധാന വാതിലിന്റെ മുന്നിൽ വന്ന് അസഭ്യങ്ങൾ വിളിക്കുകയും സ്ഥലത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ബാറിൽ അക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന എഫ്ഐആർ. അപ്പോൾ ബാറിൽ അക്രമം നടന്ന സമയം നോക്കൂ: 4/2/2025 രാത്രി 11:15. ഇത് മനസ്സിലിരിക്കട്ടെ. ഇനി 4/2/2025 പോലീസ് എപ്പോഴാണ് ഈ ബാറിൽ പോകാത്ത കല്യാണം കഴിഞ്ഞു വന്ന ദമ്പതികളെ ആക്രമിക്കുന്നത്? പോലീസ് തന്നെ എഫ്ഐആർ തന്നെ പറയുന്നു. പ്രതികൾ കാവലാധികാരിയെയും കൂടെ ഉണ്ടായിരുന്നവരെയും അടിച്ച് ഗുരുതര പരിക്കുകൾ ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 4/2/2025 തീയതി രാത്രി 11 മണി കഴിഞ്ഞ സമയം പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നിൽക്കുകയായിരുന്ന ആവലാധികാരിയെയും ഭർത്താവിനെയും പോലീസ് വണ്ടിയിൽ വന്ന നീല ഷർട്ട് ധരിച്ച ഒരു പോലീസുകാരൻ "എന്നാടാ ഇവിടെ" എന്ന് ചോദിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി ആവലാധികാരിയെയും ഭർത്താവിനെയും കൂടെയുണ്ടായിരുന്ന ഷിജിനെയും ലാത്തി കൊണ്ടടിച്ച് താഴെയിട്ട് ആവലാധികാരിയുടെ വലത്തെ ഷോൾഡറിന് പൊട്ടൽ സംഭവിപ്പിക്കുകയും ഭർത്താവിൻ്റെ തലയിൽ മുറിവും കയ്യിൽ ഉരവും മറ്റും സംഭവിക്കാൻ ഇടയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സമയം നോക്കൂ: 11 മണി. നേരത്തെ പറഞ്ഞിരുന്നത് ബാറിലെ സംഘർഷം 11:15. സംഘർഷം നടന്നു കഴിഞ്ഞതിന് മുൻപാണ്, അഥവാ സംഘർഷം ബാറിൽ നടക്കുന്നതിന് മുൻപാണ് പോലീസ് തല്ലിച്ചതച്ചിരിക്കുന്നത് 11 മണിക്ക്. ഇത് പറയുന്നത് മറ്റാരുമല്ല, പോലീസ് ഇട്ടിരിക്കുന്ന എഫ്ഐആർ തന്നെയാണ്. അപ്പോൾ ആളുമാറി തല്ലി എന്നുള്ള പോലീസിൻ്റെ വാദം നിലനിൽക്കില്ല. പോലീസിൻ്റെ എഫ്ഐആർ പ്രകാരം ബാറിൽ സംഘർഷം ഉണ്ടാവുന്നത് 11:15, പോലീസ് ഇവരെ തല്ലുന്നത് 11 മണിക്ക്. രണ്ട് എഫ്ഐആറുകളിലും പറയുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, എഫ്ഐആറിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. പോലീസിൻ്റെ വാദമെന്ന് പറയുന്നത് ആളുമാറി തല്ലി എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എഫ്ഐആറിൽ വധശ്രമം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. വധശ്രമം ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത്ര ഗുരുതരമായ വകുപ്പുകൾ വരാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ വധശ്രമം അടക്കം ചുമത്തണമെന്നാണോ ഈ പരാതിക്കാരുടെ ആവശ്യം? പ്രവീൺ. അരുൺ, പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന്, പോലീസ് മർദ്ദനമേറ്റ സിത്താര, ഭർത്താവ് ശ്രീജിത്ത്, ഇവരുടെ ബന്ധു ഷിജിൽ എന്നിവർ നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. ഈ എഫ്ഐആർ പ്രകാരം പോലീസ് മർദ്ദനം നടന്നത് കഴിഞ്ഞ 4-ാം തീയതി രാത്രി 11 മണിക്കാണ്. രണ്ടാമത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാർ ജീവനക്കാർ നൽകിയ പരാതിയിലാണ്. ബാറിൽ മദ്യം ചോദിച്ചെത്തിയവർ ബാറിന്റെ മുൻവാതിലിലെ ഗ്ലാസിൽ അടിച്ചതായും ജീവനക്കാരെ അസഭ്യം പറഞ്ഞതുമായാണ് ബാർ ജീവനക്കാർ പരാതി നൽകിയത്. ഈ എഫ്ഐആറിൽ കുറ്റകൃത്യം നടന്ന സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് 4-ാം തീയതി രാത്രി 11:15-നാണ്. ബാറിൽ മദ്യം ചോദിച്ചെത്തിയവർ ബഹളമുണ്ടാക്കിയപ്പോൾ ബാർ ജീവനക്കാർ വിളിച്ചറിയിച്ചത് പ്രകാരമാണ് പോലീസ് അവിടെ എത്തിയതെന്നായിരുന്നു പോലീസ് ഭാഷ്യം. രാത്രി 11:15 സംഭവസ്ഥലത്തെത്തിയ പോലീസുകാർ ഇതിനും 15 മിനിറ്റ് മുമ്പ് രാത്രി 11 മണിക്കെങ്ങനെ സിത്താരയെയും ഭർത്താവ് ശ്രീജിത്തിനെയും ബന്ധു ഷിജിലിനെയും മർദ്ദിക്കും എന്നതാണ് ചോദ്യം. അതേസമയം തങ്ങളെ മർദ്ദിച്ച സംഭവത്തിൽ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകിയതുകൊണ്ട് കാര്യമില്ലെന്നും കൃത്യമായ നിയമ നടപടികൾ അവർക്കെതിരെ വേണമെന്നും സിത്താര ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് പോലീസ് മർദ്ദനമേറ്റത് നിസ്സാരവൽക്കരിക്കാൻ ചില വകുപ്പുകൾ ശ്രമിക്കുന്നതായും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ചികിത്സയിൽ പോലും തനിക്ക് അങ്ങനെ തോന്നുന്നതായും സിത്താര റിപ്പോർട്ടറിനോട് പറഞ്ഞു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും സിത്താര ആവശ്യപ്പെട്ടു. പോലീസുകാർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് ശ്രീജിത്തും ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനത്തിൽ പോലീസുകാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവമനുസരിച്ചുള്ള വകുപ്പുകളല്ലെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അരുൺ. ഓക്കെ, താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത്.